Hi everyone, welcome to my classroom, Structural Analysis 2. This is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 1, Clapeyron's three-moment equation. Next topic, continuous beams with fixed end. Continuous beams with fixed end supports. Okay, next topic, continuous beams with fixed end support. നമ്മൾ പ്രീവിയസ് സെഷനിൽ കണ്ടിരുന്നത് കണ്ടിന്യൂസ് ബീമാണ്, ബട്ട് സപ്പോർട്ട്സ് സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് കണ്ടിന്യൂസ് ബീമാണ്, സപ്പോർട്ട്സ് ഫിക്സഡ് ആണ്. ഫിക്സഡ് ആകുമ്പം നമുക്ക് ക്ലാപ്രയോൺസ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫിക്സഡ് എൻഡ് വരുമ്പം, ഫിക്സഡ് സപ്പോർട്ട് വരുമ്പം നമുക്ക് എന്തുണ്ട്, മൊമെൻ്റ് ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് മൊമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് സപ്പോർട്ട് മൊമെൻറ്റ്സ് ഫിക്സഡ് എൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു എങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു 0 ആയിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് മൊമെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇൻ ദിസ് കേസ് മൊമെൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. Okay, we have to find out the support moments. Fixed case la moment നമുക്ക് കണ്ടുപിടിക്കണം. Okay, consider a continuous beam. ഒരു continuous beam നമ്മൾ കൺസിഡർ ചെയ്തു. Okay, ഇതാണ് ഒരു ബീമിന്റെ ഫിഗർ. Okay, this is A and this is A, B and C. A and C are fixed end. Okay, A and C are fixed end. Loading കൊടുത്തിട്ടുണ്ട്. This is L1 and this is L2. Okay, this is L1 and this is L2. Clear? Okay, fixed ആണ്. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു, ക്ലാപ്രയോൺസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ക്ലാപ്രയോൺസ് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. വി നോ ദ ഇക്വേഷൻ എന്തായിരുന്നു, MA L1 plus 2MB L1 plus L2 plus MC L2 equal to 6A1 X1 bar by L1 plus 6A2 S2 bar by L2. ഓക്കെ, ഈ ഒരു കേസിലാവുമ്പോൾ നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റ്, MAയിലെ മൊമെൻറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസിങ് an imaginary zero span. Okay, ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഇമാജിനറി സീറോ സ്പാൻ. നമുക്കൊരു സീറോ സ്പാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇവിടെ. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് ആൻഡ് സീറോ സ്പാൻ. ഓക്കെ, ക്ലിയർ? ദിസ് ഇസ് ഫിക്സഡ് ആൻഡ് ദിസ് ഇസ് ഫിക്സഡ് ആൻഡ് ബി ഹിയർ, ദിസ് ഇസ് സി എ. സീറോ സ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് സീറോ സ്പാൻ. Zero span. Okay, A dash, zero span, A dash. This is loading W per meter. Zero span നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, this is L1, this is L2. സീറോ സ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നമുക്ക് എന്താ, സിമ്പിൾ. ഫിക്സഡ് കേസ് വരുമ്പോൾ നമ്മളൊരു സീറോ സ്പാന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എവിടെയാണോ ഫിക്സഡ് വരുന്നത്, ഫിക്സഡിൽ നമുക്ക് മൊമെൻ്റ് ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് മൊമെൻറ്റ്സ് ഇറ്റ് ഫിക്സഡ് ആൻഡ്. സോ നമ്മൾ എന്താ, ആ കണ്ടുപിടിക്കേണ്ടതിൻ്റെ അടുത്ത് നമ്മൾ സീറോ സ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അപ്ലൈ ദ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ. ദെൻ അപ്ലൈങ് ദ തിയറം ഓഫ് three moment equations for the span ഏതാ, A dash A and AB. ഫസ്റ്റ് A dash A and AB. ഈ സ്പാനിലേക്ക് നമ്മൾ തിയറം ഓഫ് ത്രീ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, MA L1 plus 2MB L1 plus L2 plus MC L2 equal to 6A1 X1 bar by L1 plus 6A2 X2 bar by L2. ഇതായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ. ബട്ട് ഇൻ ദിസ് കേസ് നമ്മുടെ സ്പാൻ ഏതാ, A dash A, ഇറ്റ് ഈസ് ദ സീറോ സ്പാൻ ആൻഡ് AB. ഇതാണ് നമ്മുടെ സ്പാൻ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം.
എം എ എന്താ എം ഡാഷ് എം എ ഡാഷ് ആണ് നമ്മുടെ എ ഡാഷ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ എം എ ഡാഷ് ആണ്, എം എ ഡാഷ് ആണ്. ഓക്കെ, എം എ ഡാഷ് ഉണ്ടോ? ഇറ്റ് സീറോ സ്പാൻ, നമുക്കില്ല. L1 എന്താ 0, എം എ ഡാഷ് ഇൻറ്റു L1 എന്താ സീറോ സ്പാൻ, ഇറ്റ് ഈസ് 0 പ്ലസ് 2 ഇൻറ്റു എം ബി എന്താ എം എ ഇൻറ്റു L1 പ്ലസ് L2. നമ്മുടെ L1 എന്താ ഇവിടുത്തെ സീറോ സ്പാൻ, L2 എന്താ L1, 0 പ്ലസ് L1. ഓക്കെ, പ്ലസ് എം സി എന്താ നമ്മുടേത് ബി. ഓക്കെ, എം ബി ഇൻറ്റു L2 എന്താ L1. ഓക്കെ, ഈക്വൽ ടു 6A1 X1 ബാർ ബൈ L1. നമുക്ക് സീറോ സ്പാൻ ഉണ്ടോ? ഇല്ല, 0 പ്ലസ് 6A2 X2 ബാർ എന്താ ഇവിടുന്ന് ഇങ്ങടേക്ക്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ X2 ബാർ ഫൈൻഡ് ഔട്ട് ചെയ്തേ. A2 X2 ബാർ. ഓക്കെ, free bend moment diagram, 0 here, it is here. Okay, this is from a x1 bar. Okay, from a x1 bar, and this is L1 and this is 0. Okay, then 6 into A2. A2 എന്താ A1, നമ്മുടെ A1. X2 ബാർ എന്താ? X2 ബാറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്ക്. X2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത്, ദാറ്റ് ഈസ് L1 മൈനസ് X1 ബാർ, ദാറ്റ് ഈസ് L2. X2 ബാർ ഈക്വൽ ടു L1 മൈനസ് X1 ബാർ. ഓക്കെ, X2 bar equal to L1 minus X1 bar divided by L2 എന്താ നമ്മുടെ ഇവിടെ L1. Therefore the equation becomes 2MA L1 plus MB L1 equal to 6A1 into L1 minus X1 bar by L1. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ. ഏത് കേസിൽ? ഫിക്സഡ് എൻഡ് സപ്പോർട്ട് വരുമ്പോൾ ഇക്വേഷൻ ഇതാണ്. 2MA L1 plus MB L1 equal to 6A1 into L1 minus X1 bar by L1. ക്ലിയർ? ഓക്കെ, ഇനി നമ്മുടെ സ്പാനിൽ നമ്മൾ നേരത്തെ ജനറൽ കേസ് കഴിഞ്ഞ് നമ്മൾ പഠിച്ച പോലെ തന്നെ UDL ആണ് എങ്കിൽ എന്താവും? If the span AB carries a UDL of W1 per unit run over the whole span, then equation becomes, നമ്മുടെ equation എന്താവും? 2MA L1 plus MB L1 equal to W1 L1 cube by 4. നമ്മൾ ഇക്വേഷൻ നേരത്തെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെത് W1 L1 cube by 4 ആയിരിക്കും. ലോഡിങ് UDL ആണ് എങ്കിൽ W1 L1 cube by 4. ഫിക്സഡ് കേസ് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ആവും. 2MA L1 plus MB L1. ഏത് കേസിൽ? സ്പാൻ സീറോ സ്പാനും തൊട്ടടുത്തുള്ള സ്പാനൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, സീറോ സ്പാന് A ഡാഷ് A എന്നും കൊടുത്തു, നെക്സ്റ്റ് AB, ആ സ്പാനിനെ കൺസിഡർ ചെയ്യുമ്പം ഇക്വേഷൻ ഇങ്ങനെയാണ്. ഒന്നുമില്ല, ഫിക്സഡ് കേസ് വരുമ്പം സീറോ സ്പാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇമാജിനറി ഉണ്ടോ അവിടെ? ഇല്ല, ഇറ്റ്സ് ആൻ ഇമാജിനറി സീറോ സ്പാൻ. സീറോ ആയിട്ടായിരിക്കും നമ്മൾ ടേക്ക് ചെയ്യുന്നത്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എമ്മയുടെ മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, സപ്പോർട്ട് മൊമെന്റ് അറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇപ്പുറത്തൊരു സ്പാൻ ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, വി ഹാവ് ടു ഇമാജിൻ എ സ്പാൻ, ദാറ്റ് ഈസ് എ സീറോ സ്പാൻ. ഇമാജിൻ ചെയ്തതിൽ മാത്രമേ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് അറ്റ് എ. ഫിക്സഡ് എൻഡിലെ മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാപ്രയോൺസ് തിയറം 2 സ്പാനിൽ വെച്ചിട്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളൊരു ഇമാജിനറി സീറോ സ്പാൻ അപ്ലൈ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് എൻഡ് വരുമ്പം മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ?